ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന വേളാങ്കണ്ണിയിലാണ്. വേളാങ്കണ്ണിയിലേക്ക് വരുന്ന ട്രെയിൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ തിരിച്ചു പോകുന്ന ബസ്സിനാണ്. അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. അതിന് മുമ്പ് കുറച്ച് പണികളുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് തീർത്തിട്ടേ ഉള്ളൂ. നമുക്കെല്ലാം ഫുഡ് കഴിക്കാം. ആൾക്കാർ വേളാങ്കണ്ണി വന്നു കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ കഴിക്കാനും ഒക്കെയാണ് പോകുക. പക്ഷേ നമ്മൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമുക്കുള്ള സാധനം ഇവിടെ ഉണ്ട്. അന്നൈൻ ശരവണഭവൻ. നമുക്കെന്നാൽ ശരവണഭവന് കയറി ഇന്നത്തെ അത്താഴം കഴിച്ചേക്കാം. അത്താഴം കഴിച്ചിട്ട് നമുക്ക് ബസ്സിലോട്ട് കയറാൻ പോകാം. അപ്പോൾ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബസ്സുകാരൻ്റെ കോൾ വന്നു. ബസ്സുകാരൻ്റെ കോൾ വന്നിട്ട് പറഞ്ഞു അവർ ബസ് സ്റ്റാൻഡിലേക്ക് വരില്ല, ഭയങ്കര ബ്ലോക്കാണ്, അത് മറ്റാണ് മറിച്ചാണ്. ആർച്ചിനടുത്ത് ഏതൊരു ഹോട്ടലിന് അതിൻ്റെ ഫ്രണ്ടിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. ആർച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒന്നിൽ നമ്മൾ ഓട്ടോ വിളിച്ച് പോകണം, അല്ലെങ്കിൽ ലോക്കൽ ബസ് വല്ലതും കിട്ടുമോ നോക്കണം. ലോക്കൽ ബസ് കിട്ടുമെന്നാണ് ഞാൻ നോക്കുന്നത്. ലോക്കൽ ബസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ തുടക്കം തന്നെ നെഗറ്റീവ് പോയിൻറ്റ്സാണ്. പിന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഇവിടെ നിർത്തില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് വരണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിക്കാൻ കയറിയായിരുന്നു. ഭക്ഷണത്തിന് സ്റ്റോപ്പില്ല, കഴിച്ചിട്ട് വരണം. അതെന്തായാലും വിളിച്ചു പറഞ്ഞാൽ നന്നായി. 6:30 6:30ക്കാണ് വിളിച്ചു പറഞ്ഞത്. ഞാൻ എന്തായാലും കഴിക്കാൻ കയറിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്കിനി സ്റ്റാൻഡിനകത്ത് കയറിയിട്ട് ലോക്കൽ ബസ് വല്ലതും കിട്ടും നോക്കാം. ആർച്ചിനവിടെ പോകാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കയറി ആർച്ചിൽ പോവാം. ഇതിന് ചിലപ്പോൾ പോവായിരിക്കും. 2 മിനിറ്റ് നിന്ന് നോക്കാം എല്ലാ സർക്കാർ വണ്ടിയും വരുമെന്ന്. ഒരു സാധാ ബസ് കിട്ടി. ഇത് നമുക്ക് ആർച്ച് ഇറങ്ങിയിട്ട് അവിടെ നടന്നു പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ആർച്ച് വരെ വന്ന വണ്ടി. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി റോഡിന് നടുക്ക് നിൽക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ VV ട്രാൻസ്പോർട്ട് കാണാനുണ്ട്. അതാണ് നമ്മുടെ വണ്ടി. അവനോടൊന്ന് ചോദിച്ച് നോക്കണോ ഇതെൻ്റെ വണ്ടിയാണോ എന്ന് ചോദിച്ച് നോക്കാം വേണമെങ്കിൽ. ഒന്ന് ചോദിച്ച് നോക്കാം. ബസ്സുകാരനോടൊന്ന് വെറുതെ ചോദിച്ചാൽ അമ്മ ബക്കറിക്ക് വന്ന് പറഞ്ഞു. L4 മനസ്സിലാകുന്നില്ല. ഇതാണ് നമ്മുടെ ബസ്. ഇതാണ് എൻ്റെ സീറ്റ്. L3 എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി ബസ്സല്ലേ. ഇത് സീറ്റർ കം സ്ലീപ്പറാണ്. സീറ്റർ കം സ്ലീപ്പർ ആയതുകൊണ്ട് താഴെ അപ്പുറത്ത് 2 way സീറ്റുണ്ട്, മുകളിൽ ഡബിൾ ബർത്തുണ്ട്. ഇത് സിംഗിൾ ബർത്താണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ബർത്തും ഇവിടെ റാക്കും ഒക്കെ ഉണ്ട്. അടിയിൽ ചെരുപ്പ് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ് വണ്ടി. ഞാൻ കുറേ കാലത്തിന് ശേഷം AC സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നത്. ഒരു കാലത്ത് സ്ഥിരം ബസ് യാത്രക്കാരനായിരുന്നു. ഇനിയിപ്പോൾ കുറേ കാലത്ത് ബസ്സിനൊന്നും പോകാറില്ല. അപ്പോൾ നമ്മുടെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റാക്കുണ്ട്, ഇതിലൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, അവിടെ ഒരു AC വെൻ്റ് ഉണ്ട്. അതുകൂടാതെ ഇപ്പുറത്തായിട്ട് റീഡിംഗ് ലൈറ്റ് ഉണ്ട്, വർക്കിംഗ് അല്ല. പ്ലഗ് പോയിൻ്റ് ഉണ്ട്, USB ചാർജറുണ്ട്. ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ട്, ഒരു ബാക്ക് റെസ്റ്റ് വന്നിട്ടുണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്. ഇത്രയൊക്കെയാണ് സിംഗിൾ ബർത്തിൽ തന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് സിംഗിൾ ബർത്ത്. ഇതാണ് നമ്മുടെ പിക്കപ്പ് പോയിൻ്റ്, MGM വേളാങ്കണ്ണി റെസിഡൻസി. കർട്ടനൊക്കെ അടച്ചിട്ട് പിന്നെ നമ്മുടെ സെക്കൻഡ് AC വരണം. നല്ല പ്രൈവസിയാണ്. യാത്രക്കാർ കയറി കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഡ്രൈവറും ക്ലീനറും പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. MG ബോഡി ബിൽഡ് ചെയ്ത ഗ്ലൈഡർ Z ആണ് സാധനം. ടാറ്റയുടെ BS460 ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ടാറ്റയിൽ സാധാരണ ഒരു പ്രീമിയം ഇൻ്റർസിറ്റി വണ്ടികൾ വളരെ റെയറാണ്. യൂഷ്വലി ലേലാൻഡ് അല്ലെങ്കിൽ ഭാരത് ബെൻസ് ആണ്. ഇത് ടാറ്റ ബോഡിയാണ് സാധനം. VV ബസ് എന്നാണ് ഓപ്പറേറ്ററുടെ പേര്. ഒരു കോയമ്പത്തൂർ ബേസ്ഡ് ടീമാണ് എൻ്റെ അറിവിൽ. ഇവർ കമ്പനി ട്രാൻസ്പോർട്ടേഷൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. അവർ ഇപ്പോൾ ഇൻട്രസ്റ്റേറ്റ് ഓംനി ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഗ്ലൈഡർ ZY എന്നാണ് മോഡൽ. ഗ്ലൈഡർ ZY+. ഇതാണ് വണ്ടി. VV ബസ്. അടിപൊളിയായിരുന്നു. എനിക്ക് ആ ബോർഡിംഗ് പോയിൻ്റ് മാറിയത് മാത്രം ഒരു കല്ലടിയായിട്ട് തോന്നി. ബട്ട് അതർവൈസ് കോൾ വന്നു, വഴിക്ക് കൈ കാണിച്ചപ്പോൾ എന്നെ കയറ്റിക്കൊണ്ട് പോയി. പിന്നെ മൊത്തത്തിൽ സംഭവം വളരെ നന്നായിട്ട്, വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ക്രൂവാണ്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ മെയിൻ എൻട്രൻസ്. ഒറ്റ വഴിയുള്ള വണ്ടിക്ക്. ബസ്സിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ക്യാബിനാണ്, വളരെ ചെറിയ ക്യാബിനാണ്. ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ. ടാറ്റയുടെ കാറുകളിലുള്ള അതേ സ്റ്റിയറിംഗ് വീലാണ്. എൻ്റെ കാറിനും സെയിം. എൻ്റെ കയ്യിലുള്ള ഒരു ടാറ്റ കാറാണ്, ഉള്ള സെയിം സ്റ്റിയറിംഗ് വീലാണ്. 90,778 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അടിപൊളിയായിട്ടുണ്ട് ക്യാബിൻ.
ഇതാണ് പാസഞ്ചർ ഏരിയ. പാസഞ്ചർ ഏരിയ നേരത്തെ കാണിച്ചാണ്. ഫസ്റ്റ് ബർത്ത് മാത്രം കുറച്ചിങ്ങനൊരു ഡിസൈനാണ്, ബാക്കി ബർത്തുകളൊക്കെ നല്ല വിടുത്തലാണ്. പിന്നെ മുകളിൽ കാണിച്ചിരിക്കുന്ന ബർത്ത് നമ്പറും ആക്ച്വൽ ബർത്ത് നമ്പറുമായിട്ട് ഒരു ബന്ധമില്ല, വ്യത്യാസമുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് തിരിച്ചു പോകാം. ഈ വണ്ടിക്കകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം ഈ പള്ളിപ്പെരുന്നാൾ ലൈറ്റാണ്. ഇതിപ്പോൾ ഓഫ് ചെയ്യുമായിരിക്കും. LED സ്ട്രിപ്പ് അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കേർട്ടൺ ഇട്ടാലും ഉള്ളിലേക്ക് വെളിച്ചം വരും. കണ്ടോ? നേരത്തെ കാണിച്ചപ്പോൾ ബ്ലാങ്കറ്റ് കാണിക്കാൻ മറന്നായിരുന്നു. ഒരു ബ്ലാങ്കറ്റ് വന്നിട്ടുണ്ട്. വലിയ വീതിയും ഇതൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം കട്ടിയുള്ള മറ്റേ ഇതുണ്ട്, സിന്തറ്റിക് മെറ്റീരിയലാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു 11 മണി ഒക്കെ ആയപ്പോൾ 11:10 കഴിഞ്ഞപ്പോൾ ട്രിച്ച് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി വന്നിട്ട് വണ്ടി ജസ്റ്റ് ഒരു ടോയ്ലറ്റ്, ചായ, കാപ്പി, ബ്രേക്ക് എന്ന് പറഞ്ഞ് നിർത്തി. ഞാൻ വേളാങ്കണ്ണി വിട്ട് അധികം താമസിച്ച് ഞാൻ ഉറങ്ങിയായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉറങ്ങുകയും ചെയ്തായിരുന്നു. നല്ല സ്പീഡിലാണ് വണ്ടി വരുന്നത് കേട്ടോ, നല്ല സ്പീഡ്. അത്യാവശ്യം 1-2 നല്ല അടിപൊളി ബ്രേക്കുകളുണ്ടായിരുന്നു, മീൻസ് ബ്രേക്ക് ചവിട്ടലുണ്ടായിരുന്നു. ബട്ട് അതർവൈസ് കൊള്ളാം, നല്ല ഡ്രൈവിംഗ് ആണ്. വലിയ അലച്ചിലില്ലാണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ ഇങ്ങനൊരു ഇതിലാണ് നിർത്തിയത്. അഖിലാണ്ടേശ്വരി ഫ്രഷ് ജ്യൂസ് സ്വീറ്റ്സ് ബേക്കറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിർത്തിയത്. പുറകിൽ ടോയ്ലറ്റ്സ് ഉണ്ട്, ഫ്രണ്ടിൽ ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ട്, ചായക്കടയുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥലത്ത് വണ്ടി നിർത്തി. വണ്ടി ഒന്നും കൂടി ടോയ്ലറ്റ് ബ്രേക്ക് എടുത്തു. അപ്പോൾ സമയം ഏകദേശം 3:15. ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് വെച്ച് അവർ നിർത്തുന്നുണ്ട്. 7:30 വണ്ടി വിട്ട വണ്ടി 11:15 നിർത്തി. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും 3:15 ആയപ്പോൾ വീണ്ടും നിർത്തി. വണ്ടി ഏകദേശം പൊള്ളാച്ചിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. പൊള്ളാച്ചി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കൊള്ളാം. ഇനി ഒരു 1/2 മണിക്കൂറും കൂടി വരും പാലക്കാട് ആക്ച്വലി ബോർഡർ എത്താറേ വണ്ടി. അപ്പോൾ അവിടെ നിന്ന് അടുത്ത് വിടുകയാണ്. നരസിംഗാപുരം എന്നാണ് സ്ഥലപ്പേര് ബോർഡിൽ. അപ്പോൾ നമ്മളങ്ങനെ കൂട്ടുപാത കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ നേരെ ചന്ദ്രനഗറിലേക്ക് എത്തുന്നു. മൂന്നേ മുക്കാലായിരുന്നു നമ്മുടെ ടൈം. 4:04 പാലക്കാട് കൊണ്ടുവന്ന് വിട്ടു. 4:04 പാലക്കാട് എത്തി. 3:45 നമ്മുടെ ടൈം. പിന്നെ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ഓട്ടോ എല്ലാം കിട്ടണം. ഓട്ടോ എല്ലാം പിടിച്ച് വേണമെങ്കിൽ നമുക്ക് ടൗണിലോട്ട് പോകാൻ. ഞാൻ വിചാരിച്ചു ഇവിടെ വണ്ടി നിർത്തുന്ന സ്ഥലത്ത് ഓട്ടോക്കാരുണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് അതൊക്കെ റോഡ് ക്രോസ് ചെയ്യാം. ബസ് നിൽക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, കാര്യം മറ്റു വണ്ടിക്കാരിപ്പോൾ നമ്മളെ കാണില്ല. അപ്പുറത്തൊക്കെ വേറെ വണ്ടികളുണ്ട്. ബസ്സിനെ കണ്ടുകൊണ്ടൊരു ഓട്ടോറിക്ഷക്കാരൻ പോയതാണ്. നമ്മുടെ ബസ്സിനെ കണ്ടിട്ട് ആരും വന്നില്ല. സാരമില്ല, നമുക്കൊന്ന് പതുക്കെ അകത്തോട്ട് നടന്നു നോക്കാം ഓട്ടോ എല്ലാം കിട്ടുമെന്ന്. ഇങ്ങനൊരു അനുഭവം ഞാൻ പാലക്കാട് ബൈപ്പാസ് എന്ന് ബസ് ഇറങ്ങുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞാനിപ്പോൾ ഇനി ഇവിടുന്നൊരു ഓട്ടോ വിളിച്ച് നേരെ KSRTC സ്റ്റാൻഡിൽ പോയിട്ട്
അവിടെ നിന്നൊരു ബസ് പിടിച്ച് പെരിന്തൽമണ്ണയ്ക്ക് പോകും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് റിവ്യൂ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ. ബൈക്ക് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബൈ.